വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. കാരുണ്യത്തിന്റെ മുഖമായ VK മുഹ്സിൻ 31 വനം വകുപ്പിൽ നിന്ന് പടിയിറങ്ങും. അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹ്സിനാണ് വനം വകുപ്പിലെ തന്റെ 34 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഈ മാസം 31 വിരമിക്കുന്നത്. 22-ാം വയസ്സിൽ ലാസ്റ്റ് ഗ്രേഡിൽ വനം വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ച VK മുഹ്സിൻ 27-ാം വയസ്സിൽ ഫോറസ്റ്റ് ഗാർഡായി. 2009-ൽ ഫോറസ്റ്ററായി. 2022 ജൂണിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായി. നിലവിൽ അകമ്പാടം വനം സ്റ്റേഷനിലാണ് ജോലി ചെയ്തു വരുന്നത്. ഈ വനപാലകൻ സഞ്ചരിക്കുന്നത് വേറിട്ട വഴിയിലാണ്. തന്റെ ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തുന്ന ഈ വനപാലകൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഉൾവനങ്ങളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾ, ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ എന്നിവരെയെല്ലാം ചേർത്തുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ വനപാലകൻ. തന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതവും ജീവകാരുണ്യ മേഖലയിലെ നല്ല മനസ്സുകളെയും സഹപ്രവർത്തകരെയും ഒപ്പം ചേർത്തിയാണ് കാരുണ്യ മേഖലയിലെ ഇടപെടലുകൾ നടത്തുന്നത്. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും ഡെപ്യൂട്ടി റേഞ്ചർക്കൊപ്പമുണ്ട്. ഇവരെല്ലാം തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ മാറ്റിവെക്കുന്നുണ്ട്. 12000 ഉൾവനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം ആദിവാസി നഗറുകളിലെ 150ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഓണം, വിഷു ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷ ദിവസങ്ങളിലും ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കുന്നത് മുഹ്സിന്റെ നേതൃത്വത്തിൽ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ്. ഇവർക്കൊപ്പം ജീവകാരുണ്യ മനസ്സുള്ളവരുമുണ്ടാകും. പൊക്കോട് വനമേഖലയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാലേട്ടന് സഹായവുമായി എത്തുന്നതും ഇവരാണ്. പ്രളയത്തിൽ ഭാഗികമായി തകർന്ന വയോധികയുടെ വീടിന്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദിവസം നടത്തിക്കൊടുത്തതും VK മുഹ്സിനും സഹപ്രവർത്തകരുമാണ്. വനപാലകനായി എത്തിയ ശേഷം ആദിവാസി നഗറുകളിൽ എത്തുമ്പോഴാണ് അവർ അനുഭവിക്കുന്ന ജീവിത പ്രയാസം ഈ വനപാലകൻ നേരിട്ട് കണ്ടത്. ഇതോടെ ഇവരെ തനിക്ക് കഴിയും വിധം സഹായിക്കണമെന്ന ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുണ്ടായത്. ഈ വനപാലകന്റെ നന്മ തിരിച്ചറിഞ്ഞതോടെ കാരുണ്യ മനസ്സുള്ളവരും ഇത്തരം പ്രവർത്തനങ്ങളിൽ പിന്തുണയുമായി എത്തി. ജീവിതയാത്രയിൽ നമുക്ക് കഴിയുന്ന വിധം സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്കൊപ്പം നിൽക്കണം എന്ന സന്ദേശമാണ് മുഹ്സിൻ നൽകുന്നത്. നിലമ്പൂർ നോർത്ത് DFOP ധനേഷ് കുമാർ ഉൾപ്പെടെ മുഹ്സിന്റെ ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലുകൾക്ക് പിന്തുണ നൽകിയിരുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയപ്പോൾ മുഹ്സിനും സഹപ്രവർത്തകരും ഒരാഴ്ചയിലേറെ ചാലിയാർ പുഴയിൽ രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. കാരുണ്യ മേഖലയിൽ മാത്രമല്ല, തന്റെ ഔദ്യോഗിക ജീവിതത്തിലും ഇദ്ദേഹം 100% ആത്മാർത്ഥതയോടെയാണ് ജോലി ചെയ്യുന്നത്. കുറ്റവാളികളെ കണ്ടെത്താനും പിടികൂടാനും അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും സർവീസ് കാലയളവിൽ കഴിഞ്ഞു. കൂടാതെ വനം കയ്യേറ്റങ്ങൾ കണ്ടെത്തി വനഭൂമി തിരിച്ചുപിടിക്കാനും മുൻകൈയെടുത്തു. വനസംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുമ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ ജനങ്ങൾ വിളിച്ചാൽ എപ്പോഴും ഓടിയെത്തുന്ന മുഹ്സിൻ ജനങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെട്ട വനപാലകനാണ്. കാട്ടാനകളെ കാടുകയറ്റാൻ ഓടിക്കുമ്പോൾ മുഹ്സിൻ മുൻനിരയിലുണ്ടാകും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലും സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് മുഹ്സിൻ പറഞ്ഞു. ഇക്കാലയളവിൽ സ്കൂളുകളിൽ നക്ഷത്രവനങ്ങൾക്ക് നേതൃത്വം നൽകി. നാട് നാളെ അകമ്പാടം വനം സ്റ്റേഷൻ പരിസരത്ത് ജനകീയനായ ഈ വനപാലകന് യാത്രയപ്പ് നൽകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഉന്നത വനപാലകർ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർ പങ്കെടുക്കും. 31 ഔദ്യോഗികമായി സർവീസിൽ നിന്ന് വിരമിക്കും. കാരുണ്യ മേഖലയിലെ പ്രവർത്തനം തുടരുമെന്നും പെൻഷനിൽ നിന്ന് ലഭിക്കുന്ന തുകയിലും ഒരു ചെറിയ വിഹിതം ഇതിനായി മാറ്റിവെക്കുമെന്നും അദ്ദേഹം പറയുന്നു. കുടുംബവും തന്റെ സഹപ്രവർത്തകരും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നൽകിയ പിന്തുണയാണ് തനിക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതെന്ന സന്തോഷവും റേഞ്ചർ പങ്കിട്ടു. A+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.